ഇന്ത്യ സമർത്ഥമായി തെരഞ്ഞെടുത്ത നാമമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ശശി തരൂർ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന നാമം ഇന്ത്യ സമർത്ഥമായി നൽകിയതാണെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ. വിദേശ രാജ്യങ്ങളിൽ പ്രതിനിധി സംഘം സന്ദർശനം നടത്തുന്നതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള തരൂരിൻ്റെ വിശദീകരണം. യുഎസിലെ നാഷണൽ പ്രസ് ക്ലബിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് സ്വീകരിക്കാനുള്ള കാരണത്തെപ്പറ്റിയുള്ള ചോദ്യം ഉയർന്നത്. അതിനുത്തരം നൽകുകയായിരുന്നു പ്രതിനിധി സംഘത്തിൻ്റെ തലവൻ കൂടിയായ ശശി തരൂർ. സിന്ദൂരം ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. വിവാഹിതരായ സ്ത്രീകളുടെ നെറ്റിയുടെ മധ്യഭാഗത്തായാണ് ഇത് പുരട്ടുന്നത്. ഹിന്ദു വിഭാഗത്തിൽ നിന്നല്ലാത്ത സ്ത്രീകളും സിന്ദൂരം ഉപയോഗിക്കാറുണ്ട്. വിവാഹ ദിവസം മുതൽ സ്ത്രീകൾ സിന്ദൂരമിടൽ തുടങ്ങുന്നു. ഇത് പവിത്രതയുടെ പ്രതീകം കൂടിയാണ്. പഹൽഗാമിൽ തീവ്രവാദികൾ 26 സ്ത്രീകളുടെ സിന്ദൂരം തുടച്ചുമാറ്റി. ഇതിനുള്ള പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ദൂർ, ശശി തരൂർ പറഞ്ഞു. അതേസമയം നരേന്ദ്ര കീഴടങ്ങുക എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് പരോക്ഷ മറുപടിയായി ശശി തരൂർ രംഗത്തെത്തി. രാഹുലിന്റെ പരാമർശം തള്ളിയ തരൂർ ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കി. രാഹുലിന്റെ പരാമർശത്തിനെതിരെ BJP രംഗത്ത് വന്നിരുന്നുവെങ്കിലും കോൺഗ്രസ് എം പിയായ ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ രംഗത്ത് വന്നത് ആദ്യമായാണ്. തരൂരിന്റെ പരാമർശത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റിനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ബന്ധമാണ് ഇന്ത്യ അമേരിക്കയുമായി പുലർത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ആരോടും വിഷയത്തിൽ ഇടപെടാനോ മധ്യസ്ഥത വഹിക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. പാകിസ്ഥാനോട് സംസാരിക്കാൻ ഒരു ഭാഷ തടസ്സമല്ല. ഭീകരതയുടെ ഭാഷയിൽ പാകിസ്ഥാൻ സംസാരിച്ചാൽ സൈന്യത്തിന്റെ ഭാഷയിൽ ഇന്ത്യ മറുപടി നൽകുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോളിനെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങിയതെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. BJPയും RSSനെയും എനിക്ക് നന്നായി അറിയാം. അവരുടെ മേൽ അല്പം സമ്മർദ്ദം ചെലുത്തുകയോ ചെറിയ തള്ളു കൊടുക്കുകയോ ചെയ്താൽ അവർ ഭയന്നോടും. ട്രംപ് ഇതിൻ്റെ ഒരു സിഗ്നൽ നൽകിയിട്ടുണ്ട്. ഫോൺ എടുത്ത് മോദിജി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നരേന്ദ്ര കീഴടങ്ങുക എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ട്രംപിൻ്റെ സിഗ്നൽ അനുസരിച്ചു. രാഹുൽ ഗാന്ധി പരിഹസിച്ചു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം പരിഗണനയിലുണ്ടെന്ന് വാർത്തകളുണ്ട്. ഈ മാസം 16-ന് കേന്ദ്ര സർക്കാർ സമ്മേളനം വിളിക്കുമെന്നാണ് റിപ്പോർട്ട്. വിദേശത്ത് പോയ പ്രതിനിധി സംഘാംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരം നൽകുന്ന നിലയിലായിരിക്കും പ്രത്യേക പാർലമെന്റ് സമ്മേളനമെന്നാണ് ലഭിക്കുന്ന വിവരം.